ജനീഷ് പഠിക്കുന്ന കാലത്ത് അച്ഛനില്ലാത്ത വീട്ടിലെ മുതിർന്ന ആൺകുട്ടി പഠിക്കുമ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ടാവും, അവൻ പഠിച്ചൊന്ന് വളർന്നൊന്ന് പെട്ടെന്നൊന്ന് വലുതായി ഈ കുടുംബത്തിന് താങ്ങായിരുന്നെങ്കിൽ തണലായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ഓർത്തിട്ടുണ്ടാവും. പക്ഷെ ആ ഗദ്ഗതമെല്ലാം ഉള്ളിലൊതുക്കി മകന്റെ പഠനത്തോടുള്ള ഇഷ്ടവും ആ പഠനത്തോടൊപ്പം സംഘടനാ പ്രവർത്തനത്തിലുള്ള താല്പര്യവും, അതാണ് മകന്റെ ഇഷ്ടമെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കിയ ഒരു അമ്മയുടെ ചിത്രം എന്താണെന്ന് നമുക്ക് ഒരു പക്ഷേ ഊഹിക്കാൻ കഴിയുമായിരിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, ആ അമ്മ പിന്നീട് ജനീഷിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്കിലല്ല ഞാൻ അറിഞ്ഞത്, ആ അമ്മ ഇടക്കാലത്ത് തൊഴിലുറപ്പ് പണിക്ക് പോകുമായിരുന്നു എന്നുള്ളത് ജനീഷ് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ മകൻ ഇങ്ങനെ വളർന്നു വലുതാവുമ്പോ അമ്മയെ തൊഴിലുറപ്പ് പണിക്ക് പോയിട്ട് നീ ഇങ്ങനെ നടക്കുകയാണെന്ന് ആരെങ്കിലും ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ അവനോട് ചോദിക്കുമ്പോഴുള്ള പ്രയാസമൊക്കെ ആലോചിച്ചിട്ട് കുറച്ചൊക്കെ വലുതായപ്പോ അമ്മ ഇത് നിർത്താൻ പറ്റൂല എന്ന് ചോദിച്ചപ്പോ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്റെ കാര്യങ്ങൾക്ക് ഞാൻ ആരുടെ മുമ്പിലും നോക്കണ്ടല്ലോ മോനെ, അത് സാരല്ല ഞാൻ പൊക്കോളാന്ന് പറയുന്നത്. ഏൽപ്പിച്ച ഉത്തരവാദിത്വം കഠിനമായി അധ്വാനിച്ച് നിറവേറ്റാൻ സദാസമയം അവൈലബിളായ, രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്ന, ഒരുപക്ഷെ അമ്മ പോലും ആഗ്രഹിച്ച സമയത്ത് വീട്ടിലെത്താത്ത, അല്ലെങ്കിൽ വൈഫ് പോലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊന്നും കിട്ടാതെ ഞാനും നിങ്ങളും ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ അക്ഷീണം യത്നിച്ച ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ഈ പ്രസംഗിക്കുമ്പോ MLA ഒന്നും ആയിട്ടില്ല, MP ഒന്നും ആയിട്ടില്ല. പക്ഷെ ഒരു വാക്ക് എനിക്ക് ഈ അമ്മയോട് പറയാൻ പറ്റും, അമ്മ നിങ്ങൾക്ക് തരാതെ നിങ്ങളുടെ മകൻ ചെലവഴിച്ച ആ സമയത്തിനുള്ള ഇഷ്ടമാണ് ആയിരക്കണക്കിനായ മകനെ